പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ. അധ്യായം 292. നീലിമയും മനീഷും തമ്മിൽ കാണാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. ഒരു ലൊക്കേഷൻ നീലിമ ഉടനെ തന്നെ മനീഷ് അയച്ചു കൊടുത്തു. ഭൈരവ് ഓഫീസിൽ പോയ സമയത്താണ് നീലിമ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കുറച്ചു നേരത്തിനുള്ളിൽ നീലിമ ആ കോഫി ഷോപ്പിലേക്ക് എത്തിയിരുന്നു. ദൂരെ നിന്ന് മനീഷ് വരുന്നത് അവൾ കണ്ടു. മിസ്സിസ് സിദ്ധാർത്ഥ്, നമ്മൾ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്. അങ്ങനെ പറയുന്നതിനൊപ്പം മനീഷ് അവൾക്ക് ഇരിക്കാനുള്ള ചെയർ അറേഞ്ച് ചെയ്തു കൊടുത്തു. അവൻ മനഃപൂർവ്വമാണ് അവളെ അത്തരത്തിൽ അഭിസംബോധന ചെയ്തത്. നീലിമയ്ക്ക് ആ പറഞ്ഞത് നിരസിക്കാൻ തോന്നി. സത്യത്തിൽ നിയമപരമായി അവൾ സിദ്ധാർത്ഥിന്റെ ഭാര്യ തന്നെയാണ്. എന്നിട്ടും അവൾ അത് അംഗീകരിക്കാൻ മനസ്സ് കാണിച്ചില്ല. എനിക്കിപ്പോ സിദ്ധുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് എന്നെ നീലിമ എന്ന് വിളിച്ചോളൂ, അവൾ പറഞ്ഞു. ഓക്കെ മാഡം, നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ചെയ്യാം. തൽക്കാലം ഞാൻ നിങ്ങളെ മാഡം എന്ന് തന്നെ വിളിക്കാം, ഒരു പുഞ്ചിരിയോടെ മനീഷ് പറഞ്ഞു. നീലിമ ഒന്നും തന്നെ മിണ്ടിയില്ല. മാഡം, നിങ്ങളും ബോസും തമ്മിൽ എന്താ പ്രശ്നം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാൻ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അതിനു വേണ്ടിയാണ് ഞാൻ മാഡത്തെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്. മനീഷ് പറഞ്ഞതും നീലിമ അവനെ സംശയത്തോടെ നോക്കി. മാഡത്തിനെ അദ്ദേഹം വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ ക്രൂരത ഒന്ന് അവസാനിപ്പിക്കാമോ? മനീഷ് ദയനീയമായി ചോദിച്ചു. നീലിമയുടെ ഹൃദയം വിങ്ങി. നെഞ്ചിൽ കത്തി തറഞ്ഞു കയറുന്ന വേദന അവൾക്ക് തോന്നി. ഇതൊക്കെ എന്താ എന്നോട് പറയുന്നത്? എനിക്ക് സിദ്ധുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവൾ ഭാവഭേദമില്ലാതെ പ്രതികരിച്ചു. മനീഷ് അവളെ അവിശ്വസനീയതയോടെ നോക്കി. നിങ്ങൾ കാരണമാണ് ബോസ് ഇങ്ങനെയായത്, എന്നിട്ടും ഇത്ര ഹാർട്ട്ലെസ്സായി പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? അവൻ അത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാനും സിദ്ധുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറഞ്ഞ വാക്കുകളാലോ ഒറ്റ വാചകത്തിലാലോ വിശദീകരിക്കാൻ കഴിയില്ല. ആ ബന്ധത്തെ നിങ്ങൾ ബഹുമാനിക്കുമെന്ന് ഞാൻ കരുതുന്നു, നീലിമ പെട്ടെന്ന് പറഞ്ഞു. ഒപ്പം വികാരങ്ങൾ നിയന്ത്രിക്കാൻ അവൾ ദീർഘശ്വാസം എടുത്തുകൊണ്ടേയിരുന്നു. പിന്നെ സിദ്ധാർത്ഥിന്റെ സന്തോഷവും വിഷമവും എന്നെ അട്രാക്ട് ചെയ്യില്ല. പക്ഷേ അച്ചു എൻ്റെ കുട്ടിയാണ്. അവനെ സിദ്ധുവിന്റെ അരികിൽ നിന്നും എനിക്ക് തിരികെ കിട്ടണം. അതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നമുക്കിത് തുടരാം, അവൾ ഹൃദയം കല്ലാക്കി വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. മനീഷ് നിശബ്ദതയോടെ അവളെ ഉറ്റുനോക്കി. ഇനി എന്തെങ്കിലുമുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് പോകണം, നീലിമ അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. മനീഷിന് എന്തു പറയണമെന്ന് മനസ്സിലായില്ല. അവൻ വെറുതെ ടേബിളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് നീലിമയുടെ കയ്യിൽ കിടക്കുന്ന മോതിരം അവൻ കണ്ടത്. ഇത് ആ മോതിരമല്ലേ, നിങ്ങളുടെ വെഡ്ഡിംഗ് റിംഗ്? ഇത് നിങ്ങൾ ഇതുവരെ ഉപേക്ഷിച്ചില്ലല്ലോ. അതിനർത്ഥം മാഡത്തിന് ഇപ്പോഴും ബോസിനോട് ഇഷ്ടമുണ്ടെന്നല്ലേ? മനീഷ് പ്രതീക്ഷയോടെ ചോദിച്ചു. റിങ്ങിലൊക്കെ എന്ത് കാര്യമാണ്? ഇതൊക്കെ വെറും ഒരു ലോഹമല്ലേ. ഞാനും സിദ്ധുവും തമ്മിലുള്ള റിലേഷനൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞു. അവൻ ഇപ്പോൾ ദേ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു. എന്തായാലും അദ്ദേഹത്തിനോട് എൻ്റെ ആശംസകൾ അറിയിക്കണം, നീലിമ ശാന്തമായി പറഞ്ഞു. അപ്പോൾ മാഡത്തിന് ബോസുമായി എന്താ ബന്ധം? നിങ്ങൾ ഒരിക്കൽ പോലും ബോസിനെ സ്നേഹിച്ചിരുന്നില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ മറ്റൊരു സ്ത്രീക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നത്? മനീഷ് വിഷമത്തോടെ ചോദിച്ചു. എങ്കിലും ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്കിപ്പോൾ സിദ്ധാർത്ഥുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. അദ്ദേഹം അവരെ വിവാഹം കഴിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഭാവിയിൽ ഒരിക്കലും എന്നെ തേടി വരരുത്, അത്രമാത്രം, നീലിമ പറഞ്ഞു. ഒപ്പം അവൾ അവിടെ നിന്നും എഴുന്നേറ്റു പോവാൻ തുടങ്ങി. മനീഷിന് പരിഭ്രാന്തി നിറഞ്ഞു. മാഡം, ഒരു നിമിഷം, നിങ്ങളോട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. മനീഷ് വെപ്രാളം കാണിച്ചു. അച്ചുവിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്, നീലിമ പറഞ്ഞതും അവൻ തലയാട്ടി. ഒപ്പം അച്ചുവിന് സംഭവിച്ച കാര്യങ്ങൾ അവൻ നീലിമയോട് വിശദമായി പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവളിൽ അവിശ്വസനീയതയും അതുപോലെ ആശങ്കയും നിറഞ്ഞു. പക്ഷേ ഇപ്പോൾ അച്ചുവിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. അധികം വൈകാതെ തന്നെ ബോസ് അച്ചുവിനെ ഉപദ്രവിച്ച ആളെ കണ്ടെത്തും, മനീഷ് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എന്തായാലും നമ്മൾ തമ്മിൽ വീണ്ടും കാണുമ്പോഴേ അച്ചുവിനെ ശ്രദ്ധിക്കും, അത്രമാത്രം പറഞ്ഞ് നീലിമ പോകാനായി അവിടെ നിന്നും എഴുന്നേറ്റു. മനീഷിന് ശരിക്കും നിരാശ തോന്നുന്നുണ്ടായിരുന്നു. വിചാരിച്ച പോലെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അച്ചു അവിടെ സുരക്ഷിതനായിരിക്കും. ഇനി നിങ്ങളെ ഞാൻ ഒന്നിന്റെ പേരിലും ബുദ്ധിമുട്ടിക്കില്ല, മനീഷ് ഹൃദയഭാരത്തോടെ പറഞ്ഞു. നീലിമ ഒന്നും മിണ്ടിയില്ല. അവൾ പോകാനായി ഒരുങ്ങി. അപ്പോൾ തന്നെ മനീഷ് അവളുടെ മുന്നിലേക്ക് വന്നു. ഒരു ഫോട്ടോ നീക്കി വെച്ചിരുന്നു. എന്നിട്ട് ആദ്യം അവൻ തന്നെ അവിടെ നിന്നു പോയി. നീലിമ ആ ഫോട്ടോയിലേക്ക് ആകാംക്ഷയോടെ നോക്കി. നീലിമയും സിദ്ധാർത്ഥും അശ്വിനും കൂടിയുള്ള ഒരു കുടുംബ ഫോട്ടോയായിരുന്നു അത്. സന്തോഷം നിറഞ്ഞ അശ്വിന്റെയും നീലിമയുടെയും മുഖം വളരെ അപൂർവമായി വിരിയുന്ന ഒരു പുഞ്ചിരി സിദ്ധാർത്ഥിന്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു.
നീലിമയുടെ കണ്ണുകൾ പതിയെ അനിയന്ത്രിതമായി നിറഞ്ഞൊഴുകി. അവൾ ആ ഫോട്ടോ കയ്യിലെടുത്തു. വിരലുകൾ ബോധമില്ലാതെ പോലെ സിദ്ധാർത്ഥിന്റെ സുന്ദരമായ മുഖത്തോടെ തലോടി. ആ സമയം ശരിക്കും നീലിമയ്ക്ക് അവളുടെ ഹൃദയം സഹിക്കാൻ കഴിയാത്ത അത്രമാത്രം വേദനിച്ചു. സിദ്ധാർത്ഥിനെ അവൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവനോടൊപ്പമുള്ള സന്തോഷമായ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവാൻ അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ രണ്ട് കാര്യം ആ നിമിഷം തന്നെ അവൾക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുനീരാൽ ആ ഫോട്ടോ നനഞ്ഞിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ ആ ഫോട്ടോയും കൊണ്ട് തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങി. കണ്ണുകൾ നിറഞ്ഞ അവൾക്ക് പലപ്പോഴും മുന്നോട്ടുള്ള കാഴ്ച മങ്ങിയിരുന്നു. ഭൈരവിന്റെ വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. അവളെ കണ്ടതും അവിടുത്തെ സെർവന്റിന്റെ മുഖം പ്രകാശിച്ചു. എന്റെ പൊന്നു മാഡം, നിങ്ങൾ ഇത് എവിടെയാ പോയത്? ഞങ്ങൾ ശരിക്കും ടെൻഷനിലായി. സർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ആ സ്ത്രീ നീലിമയെ നോക്കി പറഞ്ഞു. അവൻ എന്തിനാ എന്നെ കാത്തിരിക്കുന്നേ? നീലിമ ചോദിച്ചു. അവളുടെ പ്രതികരണം കേട്ട് സെർവന്റ് ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അപ്പോഴാണ് ഭൈരവ് അങ്ങോട്ടേക്ക് വന്നത്. അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നിനക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നീലിമ അവനെ നോക്കി ചോദിച്ചു. താൻ എന്താ അങ്ങനെ ചോദിച്ചത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ അന്വേഷിക്കും, അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. അവന്റെ ഈ പ്രതികരണം അവളെ അത്ഭുതപ്പെടുത്തി. ഭൈരവ്, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീലിമയുടെ ചോദ്യം കേട്ടതോടുകൂടെ അവന്റെ മുഖം മാറി. അതെ, ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒപ്പം അവൻ സ്വയം ചോദിച്ചു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്റെ വികാരം നിയന്ത്രിക്കാൻ എനിക്ക് കഴിയാത്തത്? അവൻ അത്ഭുതപ്പെട്ടു. എങ്കിലും ചില ചിന്തകൾ കാരണം അവന്റെ മനസ്സ് വീണ്ടും കലുഷിതമായി. സിദ്ധാർത്ഥിന്റെ അസിസ്റ്റന്റിനെ കാണാൻ നീലിമയ്ക്ക് എങ്ങനെ ധൈര്യം വന്നു? സിദ്ധാർത്ഥുമായി അടുപ്പമുള്ള ആരുമായും അവൾ ഒരു തരത്തിലും ബന്ധം പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവൾക്കും അറിയില്ലേ? അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് പോലും അവളെ രക്ഷിക്കാൻ കഴിയില്ല. ആ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അവൻ സ്വയം അകപ്പെട്ടേക്കാം. അവൻ സ്വയം ആ ചോദ്യം ചോദിച്ചു. പിന്നെ ഉത്തരവും കണ്ടെത്തി. ഞാൻ എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് നിനക്കറിയില്ലേ? ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി ചാടിയ പിന്നെ എന്നെ നോക്കണ്ട, അവൻ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു. ഭൈരവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു ദീർഘനിശ്വാസം എടുത്തു. ഇനി ആവർത്തിക്കില്ല, അവൾ പറഞ്ഞു. ഉണ്ടായില്ലെങ്കിൽ നിനക്ക് നല്ലത്. സിദ്ധാർത്ഥ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അത് നിനക്കും അറിയാലോ. അവന്റെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞിരുന്നു. നീലിമയുടെ ചുണ്ടുകൾ വിറച്ചു. അതുവരെ അവർക്കിടയിലുണ്ടായിരുന്ന ഹൃദയവേദന വീണ്ടും ശക്തമായതുപോലെ അവൾക്ക് തോന്നി. ഇത് ശരിക്കുമുള്ള ആസ്റ്റാണ്, അവൾ വികൃതമായ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. പിന്നെ മുകളിലേക്ക് കയറിപ്പോയി. ആ സമയത്ത് അവളുടെ മനസ്സ് സിദ്ധാർത്ഥിന് വേണ്ടി വാശി പിടിക്കുന്നത് തളർച്ചയോടെ അവൾ അറിയുന്നുണ്ടായിരുന്നു. ഭൈരവാണെങ്കിൽ അവളുടെ കൺമുണ്ടിൽ നിന്നും പോയപ്പോഴാണ് പറഞ്ഞു പോയതിനെ പറ്റിച്ച് അവൾ ചിന്തിക്കുന്നത്. സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവളോട് സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷേ ദേഷ്യം കൊണ്ട് തന്റെ വാക്കുകൾ ഇത്രയും മൂർച്ചയേറി പുറത്തേക്ക് വരുമെന്ന് അവൻ കരുതിയിരുന്നില്ല. പക്ഷേ ഭൈരവിന് അതിൽ പ്രത്യേകിച്ച് കുറ്റബോധമൊന്നും തോന്നിയില്ല. എങ്കിലും മനസ്സിൽ വിചിത്രമായ ഒരു ഭാരം നിറയുന്നുണ്ട്. അവൻ അറിഞ്ഞു അതെന്തുകൊണ്ടാണ്. അവരിൽ നിരാശ നിറഞ്ഞു. അമർഷവും ദേഷ്യവും കൊണ്ട് അവൻ മുഷ്ടി ചുരുട്ടി. പിന്നെ അവിടെയുള്ള ഒരു ഗ്ലാസ് ടേബിൾ ഇടിച്ചു. അത് തകർന്ന് വീണ ശബ്ദത്തിലും അവന്റെ മുഖത്തിലുള്ള ഭാവത്തിലും അവിടെയുള്ള ജീവനക്കാർ ഞെട്ടി. അവരിൽ ഭയം നിറഞ്ഞു. അവന്റെ അടുത്തേക്ക് പോകാൻ പോലും ആർക്കും ധൈര്യം വന്നില്ല. ഇതേ സമയം ലാവണ്യ വിവാഹ വാർത്ത അറിഞ്ഞതു മുതൽ അത്യധിക സന്തോഷത്തിലായിരുന്നു. പക്ഷേ നീലിമയുടെ കാര്യത്തിൽ അവൾക്ക് ആശങ്കയുണ്ട്. പക്ഷേ ഹേമന്ത് അപ്പുറത്ത് അത് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ആ കാര്യത്തിൽ അവൾക്കൊന്നും തന്നെ ചെയ്യാനായില്ല. പക്ഷേ വൈകാതെ വിവാഹമല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അവളിൽ ആവേശം നിറഞ്ഞു. പക്ഷേ പതിയെ അവളുടെ മുഖം മാറി. വിവാഹം ഒഫീഷ്യലായി അനൗൺസ് ചെയ്തു. പക്ഷേ സിദ്ധു ഇതുവരെ എന്നെ കാണാൻ വന്നില്ലല്ലോ. പിന്നെ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല. വെഡ്ഡിംഗ് റിങ് പോലും വാങ്ങിയിട്ടില്ല. ഹൽദി ഡ്രസ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ? അവൾ നിരാശയോടെ ചിന്തിച്ചു. ഒടുവിൽ അവൾ സിദ്ധാർത്ഥിനെ കാണാൻ പോകണമെന്ന് തീരുമാനിച്ചു. ഒപ്പം അവളൊരു സർപ്രൈസ് ഒരുക്കാനും തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി അവൾ ജോലിക്കാരിൽ ഒരാളെ വേഗത്തിൽ നിയോഗിച്ചു. ശേഷം ഷെൽഫിൽ നിന്നും ഒരു മികച്ച വസ്ത്രമെടുത്ത് തന്നെ ധരിച്ചു. നന്നായി ഒരുങ്ങി. സ്വയം തൃപ്തി തോന്നിയപ്പോൾ ബാഗുമെടുത്ത് അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി. കൂടെ അസിസ്റ്റന്റിനെയും കൂട്ടിയിരുന്നു. അവരുടെ കയ്യിൽ അധികം കട്ടിയില്ലാത്ത ഒരു ഗിഫ്റ്റ് പാക്കും ഉണ്ടായിരുന്നു. അധികം വൈകാതെ അവൾ സിദ്ധാർത്ഥിന്റെ ഓഫീസിലേക്ക് എത്തി. അവൾ അഹങ്കാരത്തോടെ സെക്യൂരിറ്റിയെ നോക്കി. അവർ നിശബ്ദരായി അവൾക്ക് വഴിമാറിക്കൊടുത്തു. അവളോട് വെറുപ്പ് ഉള്ളിലുണ്ടെങ്കിലും മുഖത്ത് ആദരവ് വരുത്തി തീർത്തു. അവൾ ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥിന്റെ ഓഫീസ് റൂമിലേക്ക് പോയി. ഡോറിൽ പതിയെ തട്ടി നോക്കി. പക്ഷേ മറുപടി ഒന്നും തന്നെ കിട്ടിയില്ല. അതോടെ ഡോറിൽ അവൾ ചെവി ചേർത്ത് വെച്ചു. അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൾക്ക് അറിയണമായിരുന്നു. ആ നിമിഷം തന്നെ ആ ഡോറ് തുറക്കപ്പെട്ടു. മുന്നിൽ സിദ്ധാർത്ഥ് വന്നു നിന്നു. അവൾക്കൊരൽപ്പം നാണക്കേട് തോന്നാതിരുന്നില്ല. അതിൽ എന്ത് വിചാരിച്ചു കാണും?
കൂടാതെ അസിസ്റ്റന്റ് കണ്ട ചമ്മൽ വേറെയും. നീ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ സിദ്ധു? അവൾ വിളറി ചിരിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. അവൾ അവനെ തന്നെ ഉറ്റുനോക്കി നിന്നു എന്നല്ലാതെ മറുപടി ഒന്നും തന്നെ നൽകിയില്ല. അവന്റെ വികാരങ്ങൾ വായിക്കാൻ അവൾക്ക് പ്രയാസമായിരുന്നു. അതുപോലെ തന്നെ അവന്റെ കണ്ണിൽ ഒരു തീയുണ്ടെന്ന് അവൾക്ക് തോന്നി. അവളെ എരിച്ചു കളയാൻ മാത്രം ശക്തിയുള്ള ഒരു തീയ്. ലാവണ്യക്ക് ഒരു നിമിഷം മനസ്സിൽ ഭയം നിറഞ്ഞു. എന്താ സിദ്ധുവിനെ ഇങ്ങനെ നോക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താ ഒന്നും പറയാത്തത്? അവൾ പരവേശത്തോടെ ചോദിച്ചു. നീ എന്താ ഇവിടെ? സിദ്ധാർത്ഥ് ഒരു തണുത്ത സ്വരത്തിൽ ചോദിച്ചു. അവൾ ചിരിക്കാനൊന്ന് ശ്രമിച്ചു. സിദ്ധു, നമ്മൾ വിവാഹം ചെയ്യാൻ പോവല്ലേ? നീ തന്നെയല്ലേ അത് പബ്ലിഷ് ചെയ്തത് അല്ലേ? പിന്നെ ഞാൻ ഇവിടെ നിന്നെ കാണാൻ വരുന്നതിലെന്താ പ്രശ്നം? അവൾ അസ്വസ്ഥയായിരിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ അവളുടെ ഹൃദയത്തിൽ വേദന കാരണം അവൾ ഇതിനകം മരണത്തിന്റെ വക്കിലായിരുന്നു എന്നതാണ് സത്യം. വീട്ടിൽ തന്നെ അടങ്ങിയിരിക്ക്, എന്നെ ശല്യപ്പെടുത്തരുത്, സിദ്ധാർത്ഥ് തണുത്ത ഭാവത്തിൽ പറഞ്ഞു. ലാവണ്യ ഞെട്ടലോടെ അവരെ നോക്കി. സിദ്ധു, ഞാൻ... അവൾ പരിഭ്രമത്തോടെ എന്തോ പറയാൻ ശ്രമിച്ചു. പ്ലീസ് ലാവണ്യ, ഇവിടെ നിന്ന് പോയി തരൂ. എന്തൊരു ശല്യമാണിത്, സിദ്ധാർത്ഥ് അമർഷത്തോടെ പറഞ്ഞു. അവൻ അങ്ങനെ പറയുമെന്ന് ലാവണ്യ കരുതിയിരുന്നില്ല. അവനോടുള്ള അഭിനയമെല്ലാം തന്നെ വെറുതെ ആയിപ്പോയി. സിദ്ധാർത്ഥ്, ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിനക്കെന്താ പ്രശ്നം? എന്നോട് നിനക്കെന്താ ഇത്ര ദേഷ്യം? നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്? സിദ്ധാർത്ഥിന്റെ വാക്കുകൾ ലാവണ്യെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അത് അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ കാണാം. സിദ്ധാർത്ഥിന്റെ സ്ലീവ് വലിച്ച് അവന്റെ ദേഷ്യം തണുപ്പിക്കാൻ അവൾ കൈ നീട്ടി. പക്ഷേ തന്നെ തൊടും മുൻപേ സിദ്ധാർത്ഥ് ആ കൈ തട്ടിമാറ്റിയിരുന്നു. മതി നിന്റെ അഭിനയം, ഒന്ന് നിർത്ത്. എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ നീ നിന്റെ വീട്ടിൽ പോവാൻ നോക്ക്. എനിക്കിവിടെ ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലികളുണ്ട്. അതും പറഞ്ഞുകൊണ്ടതിന് അവൻ നേരെ ലാപ്ടോപ്പ് എടുത്ത് അതിലേക്ക് തിരിഞ്ഞു. സിദ്ധാർത്ഥിന് തന്റെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് മനസ്സിലായപ്പോൾ ലാവണ്യ കൂടുതൽ അസ്വസ്ഥയായി. അവനെ അകലാൻ സമ്മതിക്കാത്തതുപോലെ ലാവണ്യ പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. ഞാൻ എന്തിനു പോവണം? കുറച്ചു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടേക്ക് വരേണ്ടതല്ലേ? നമ്മൾ വിവാഹം കഴിക്കാൻ പോവല്ലേ? പിന്നെ എന്തിനാ നിന്റെ ഈ വാശി സിദ്ധു? എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല സിദ്ധു. നോക്ക് സിദ്ധു, സത്യമായിട്ടും ഞാൻ നിന്നെ ശല്യപ്പെടുത്താനൊന്നും വന്നതല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വിവാഹം അടുത്തുവല്ലേ? പിന്നെ ഞാൻ നിന്നെ ഒരു സാധനം കൂടി കാണിക്കാൻ വന്നതാ, അവൾ പറഞ്ഞു. അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് ലാവണ്യക്ക് പേടിയുണ്ട്. എങ്കിലും അവൾ പുറത്തുനിന്ന് അവന്റെ അസിസ്റ്റന്റിനെ അകത്തേക്ക് വിളിപ്പിച്ചു. പിന്നെ അവളുടെ കയ്യിലുള്ള ആ സാധനം സിദ്ധാർത്ഥിനെ കാണിക്കാനായി ആവശ്യപ്പെട്ടു. ഓ, ഇവളുടെ ഒരു കാര്യം, ഇനിയിപ്പോ അടുത്തത് എന്ത് കുരിശാന്നാവോ? അവൻ പിറുപിറുത്തു. സിദ്ധാർത്ഥ് പറഞ്ഞിട്ട്, ലാവണ്യ, നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. നിന്റെ അഭിനയം എന്റെ അടുത്ത് വേണ്ട എന്ന് എത്ര വട്ടം നിന്നോട് ഞാൻ പറഞ്ഞതാണ്, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. ലാവണ്യ ഒന്നും മിണ്ടാതെ അസിസ്റ്റന്റ് കയ്യിലെ ചെറിയൊരു ബോക്സ് കയ്യിലെടുത്തു. പിന്നെ അത് അഴിച്ച് അവന് കാണിച്ചു കൊടുത്തു. ഒരു നിമിഷം അവൻ നിശബ്ദനായി. ഒപ്പം അമ്പരന്നു. അത് അവനും ലാവണ്യയും ഒരുമിച്ച് നിൽക്കുന്നൊരു ചിത്രമായിരുന്നു. ഇതെന്താ? ഞാൻ എപ്പോഴെങ്കിലും നിന്നോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ടോ? ആ ഫോട്ടോ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് വളരെയധികം ദേഷ്യം വന്നു. തീർച്ചയായിട്ടും ആ ഫോട്ടോ എഡിറ്റ് ചെയ്തതായിരിക്കും. അതോർത്തപ്പോൾ തന്നെ ലാവണ്യയോടുള്ള മനസ്സിലെ വെറുപ്പ് അവനിൽ അധികരിച്ചു. സിദ്ധാർത്ഥിൽ നിന്നും ഇങ്ങനൊരു പ്രതികരണം ലാവണ്യ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവന്റെ ദേഷ്യം കണ്ടപ്പോൾ അവൾ ഒന്ന് ഞെട്ടി. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് സിദ്ധു? ഇത് ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണ്. നിനക്ക് ഇതിനൊന്നും താല്പര്യമില്ലല്ലോ. ഒരുമിച്ചുള്ളൊരു ഫോട്ടോ എടുക്കാൻ നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചു. പക്ഷേ നീ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞൊഴിഞ്ഞു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തത്. തെറ്റാണെന്നറിയാം, പക്ഷേ ഇത് നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തതാണെന്നൊക്കെ ലാവണ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് അത് കണ്ടപ്പോഴേക്കും തീർത്തും അസ്വസ്ഥനായി. മതി, നിർത്ത്, നിന്റെ ഒരു സർപ്രൈസും. നീ ഒരു ബോറാണ് ലാവണ്യ. നിന്റെ പ്രവൃത്തികളൊന്നും എനിക്ക് സന്തോഷം തരുന്നതല്ല. മറിച്ച് അത് നിന്നോടുള്ള ദേഷ്യം കൂട്ടുകയുള്ളൂ. അവൻ വെറുപ്പോടെ അവളെ നോക്കി പറഞ്ഞു. ഇത്രയും ശക്തമായി, വളരെ അപൂർവമായി മാത്രമേ അവൻ അവളോട് സംസാരിക്കാറുള്ളൂ. ഇപ്പോൾ പറഞ്ഞ അവന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ തകർത്തു. അവൾക്ക് പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവന്റെ ദേഷ്യം ഭയന്ന് അവൾ നിശബ്ദയായി. നീ ഇവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ ലാവണ്യ? നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതും പറഞ്ഞ് അവൻ അവളെ റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറക്കി വിട്ടു. പിന്നെ ആ ഡോർ അങ്ങ് വലിച്ചടച്ചു. ലാവണ്യ ആകെ അങ്ങ് വല്ലാതായി. വാതിൽ മുട്ടാൻ കൈ ഉയർത്തിയെങ്കിലും സിദ്ധാർത്ഥിന്റെ പ്രതികരണം ഓർത്ത് അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. കൂടുതൽ അവനെ പ്രകോപിപ്പിച്ചാൽ പിന്നെ ഈ വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് അവൾ കരുതി. കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഇതെല്ലാം തന്നെ സഹിച്ചേ പറ്റൂ. ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ താൻ ഇതുവരെ ചെയ്തതെല്ലാം തന്നെ വെറുതെ ആവും. അതെനിക്കൊരിക്കലും സഹിക്കാനാവില്ല. ഇപ്പോ ഒന്നും മിണ്ടാതെ പോകുന്നതാണ് നല്ലത്. ആ ചിന്തയിൽ ലാവണ്യ ആ ഫോട്ടോ എടുത്തിട്ട് അവിടെ നിന്നും പോയി. അവളുടെ മനസ്സ് നിരാശ കൊണ്ട് മൂടിയിരുന്നു.
ഇതുവരെ ചെയ്തതെല്ലാം തന്നെ വെറുതെയാവും. അതെനിക്കൊരിക്കലും സഹിക്കാനാവില്ല. ഇപ്പോൾ ഒന്നും മിണ്ടാതെ പോകുന്നതാ നല്ലത്. ആ ചിന്തയിൽ ലാവണ്യ ആ ഫോട്ടോ എടുത്തിട്ട് അവിടെ നിന്നും പോയി. അവളുടെ മനസ്സ് നിരാശ കൊണ്ട് മൂടിയിരുന്നു. എങ്കിലും അവൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവനെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ലാവണ്യ അടുത്ത പദ്ധതി മനസ്സിൽ മെനഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ലാവണ്യ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് എപ്പിസോഡ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.